ഇനി അബുദാബിന്ന് ഒരാൾ വരാൻ പോവാണ്. നമ്മുടെ മുത്ത് എത്തുന്നു, ജനീലിയ കുട്ടി. വിളിക്കാം. അതെ, ലെറ്റ്സ് വെൽക്കം ജനീലിയ ഓൺ സ്റ്റേജ്. സുന്ദരിയായിട്ടുണ്ട്. ഞങ്ങള് മുത്തു പോയ കഥയിൽ പിന്നെ മുത്തുന്ന ആ കഥയ്ക്ക് ശേഷം അയ്യോ മിന്നുന്ന് ഇവിടുന്ന് നോക്കുമ്പോ ഭയങ്കര തിളങ്ങി തിളക്കം, മിന്നിത്തെന്നും നക്ഷത്രങ്ങൾ അതുപോലെ. ഹൈറ്റ് കൂടിയോ? കഴിഞ്ഞ തവണ വന്നപ്പോ അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. അല്ല, ആ ഹീല് ഇട്ടാണ്ട് ഓടി വന്നതല്ലേ അപ്പൊ. ജെനി, എന്തോ കൂടെ വന്നിട്ട് ഇന്ന് എന്റെ അമ്മയുടെ സിസ്റ്ററിന്റെ ബ്രദറിന്റെ മക്കൾ വന്നിട്ടുണ്ട്. മക്കൾ മാത്രല്ല, സിസ്റ്ററും വന്നിട്ടുണ്ട്. ബാക്കി എല്ലാരും നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ എല്ലാവരുടെയും പേര്? എന്റെ പേര് ക്ലെയർ. ഞാൻ അലീറ്റ. അലീറ്റ സീരിയസ് ആണോ അലീറ്റ? അല്ല, അങ്ങനൊന്നുമില്ല. കോമഡിയാ, ഭയങ്കര കോമഡിയാ. അലിറ്റ ചേച്ചിയും പിന്നെ ക്ലെയറും, അതും ചേച്ചി ഭയങ്കര കോമഡിയാ. ക്ലെയർ ആണോ? വെറും ക്ലെയർ. പേര് ജേക്കബ് ഫെയിൻ. ഓക്കെ. ജേക്കബ് കോമഡി ഉണ്ടോ? ഞാൻ നല്ല കോമഡി. ഞാൻ നല്ല കോമഡിയാണ്. മൊത്തം കോമഡി ഫാമിലി. ജനീലയുടെ അമ്മയുടെ ചേച്ചിയാ ആശ. ആശ. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? പിന്നെ ഏത് പട്ടം? മായം ചൊല്ലും മൈനെ. ഡീറ്റെയിൽസ് പറയൂ. എഴുതിയത് എസ് രമേശൻ നായർ സർ, മ്യൂസിക് ചെയ്തത് രവീന്ദ്ര മാഷ്, സിംഗർ ചിത്രമ്മ, ഫിലിം പകൽപൂരം, ഇയർ 2002. എല്ലാം പഠിച്ച് സെറ്റ് ആയിട്ട് വന്നിരിക്കുക. അപ്പൊ സെറ്റ് ആക്കിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആ ഹെയർ ഒന്ന് കേറി പെട്ടെന്ന്. അമ്മ വന്നു ഫൈനലി. എനിക്ക് തോന്നി അത് അപ്പയും അമ്മയും കൂടെ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോ പെട്ടെന്ന് ഒരു മിനിറ്റ് ഉടനെ ചെവി വെക്കും. അപ്പൊ എന്തോ സസ്പീഷ്യസ് തോന്നി. ഇന്നലെ രാവിലെ എത്തി, അബുദാബിന്ന് വന്നിരിക്കുകയാണ്. അതെ അതെ അതെ. ജനീലിയനെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാൻ ഭയങ്കര പാടാ, എല്ലാം കണ്ടുപിടിക്കും. ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട്. വെൽക്കം 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 ടു ടോപ്പ് സിംഗർ സീസൺ 6. മോളുടെ പാട്ടുകളൊക്കെ കേട്ടില്ലേ? ഓ കേട്ട് കേട്ട് കേട്ട്. ഗംഭീരല്ലേ? അതെ അതെ അല്ലേ? അപ്പൊ എങ്ങനെയാണ് അമ്മയുടെ മനസ്സെങ്ങനെയാണ് ഇവിടെ? എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ വളരെ ആഗ്രഹിച്ച ഒരു സ്റ്റേജ് ആയിരുന്നു ഇത്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിരുന്നു. മോള് പാട്ട് പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടാൻ കുറവല്ലേ. അപ്പൊ ഇവിടെ ഇങ്ങനെ കിട്ടിയപ്പോൾ വളരെ സന്തോഷം. അബുദാബിയിൽ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ സെഹലാണ്, ഗവൺമെന്റിലാണ്, നേഴ്സാണ്, ഹോസ്പിറ്റലാണ്. ശരി ശരി ശരി. അതാണ് എപ്പോഴും വരാൻ പറ്റാത്തത് അല്ലേ? അതെ. ഇനി കുറച്ച് ദിവസം ഉണ്ടോ? ഞാൻ ഒരു 10 days ഇപ്പൊ പോയതേ ഉള്ളായിരുന്നു. 15 days ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് ഓഫൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നാ. അപ്പൊ 10 days കഴിഞ്ഞ് പോയിട്ട് ഒരു 5 days കഴിഞ്ഞിട്ട് തിരിച്ചു വന്നോളൂ. അവരെന്നെ ഓടിക്കും അവിടുന്ന്. ചേച്ചി വരുമ്പോ എനിക്കൊരു കാര്യം ചോദിക്കാണ്ടായിരുന്നു. അബുദാബിയിലെ ഏറ്റവും വലിയ കുറുമ്പി അവളല്ലേ? അതെ അതെ അതെ. അബുദാബിയിലെ അല്ല, എല്ലായിടത്തും സ്കൂളിലെയും വീട്ടിലെ എല്ലാം കുറുമ്പിയാണ്. ഏറ്റവും വികൃതി കണ്ടറിയാം. ഞാൻ ചേച്ചി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ചോദിക്കാൻ. ഭയങ്കര കുറുമ്പിയാ. അതുകൊണ്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോ അമ്മ പറഞ്ഞു ഒരു ദിവസം ഞാൻ വരുമ്പോ എല്ലാ കുറുമ്പും പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ്. ചോദിക്കട്ടെ, 1-2 കുറുമ്പ് ഏതൊക്കെയാ പറയുന്നത്? എല്ലാം കുറുമ്പ് തന്നെയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും എന്നെ അവിടെ ഇരുത്തത്തില്ല. ഞാൻ എങ്ങനെ പൊസിഷൻ ഇരുന്നാലും പല പല വീഡിയോസ് എടുക്കുക, കട്ടിലേക്കൂടെ ഉരുട്ടിയിട്ട് മറിക്കുക, ഇത് തന്നെയാണ് പരിപാടി. ഞാൻ ഉരുളും. ചേച്ചി ഹായ് മോളെ, വെൽക്കം കേട്ടോ ഞങ്ങളുടെ ടോപ്പ് സിംഗറിലേക്ക്. ഞങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്നതാണ് അല്ലേ? നമ്മൾ എപ്പോഴും അന്വേഷിക്കായിരുന്നു അച്ഛന്റെ അടുത്ത് എപ്പോഴാണ് ചേച്ചീനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സർപ്രൈസ് ഞങ്ങൾ തന്നെ നെഞ്ഞെട്ടി പോയി. ചേച്ചി വന്നപ്പോ അതിന്റെ കൂടെ ഒരു സ്വീറ്റ് ഒരു മൊമെന്റും കൂടെ. അതെ അതെ.
എനിക്കും വളരെ സന്തോഷമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് കാണാൻ പറ്റുമല്ലോ. നമ്മുടെ എത്രയോ വർഷങ്ങളായിട്ടുള്ള വലിയ ലെജൻസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം. അച്ഛൻ സീരിയസ് ആണോ കുറുമ്പാണോ? സീരിയസ് അവിടെ അല്ല ചോദിച്ചാ, അമ്മയുടെ ചോദിച്ചാ. അച്ഛൻ പാവം ആക്ച്വലി. പിന്നെ ഇദ്ദേഹത്തിന്റെ അടുത്തൊരു ശകലമൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം. എൻ്റെ അടുത്തൊന്നും എന്നെ ഒന്നും പേടിയൊന്നും ഇല്ല. എൻ്റെ അടുത്ത് പാവം. പിന്നെ അച്ഛനൊരു ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ, പാവമാണ്. അപ്പൊ അമ്മ വന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ചേച്ചി. ഇനി അവിടെ ഇരുന്ന് ഇത്രയും നാള് നമ്മൾ ടി വിയിലാണ് കണ്ടത്, ഇനി അവിടെ ഇരുന്ന് ഡയറക്റ്റ് നേരിട്ട് നമുക്ക് പാട്ട് താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മോൾക്ക് പാട്ടിൽ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായി കൊടുത്ത ആരാണ്? അമ്മയാണോ അച്ഛനാണോ? ആക്ച്വലി ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു നാക്കിങ്ങനെ തിരിയാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ വണ്ടിയിൽ പാട്ടിടുമ്പോൾ അത് തന്നെ വാക്കുകളൊന്നും അറിയത്തെങ്കിലും അത് തന്നെ പാടാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് പിന്നെ അവളുടെ പപ്പ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു, പാട്ടുകൾ കുറേ കേൾപ്പിക്കുമായിരുന്നു. പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പഠിക്കാനായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പം വാക്കുകളൊന്നും തിരിയത്തില്ല, നാക്കൊന്നും തിരുന്നതിന് മുമ്പേ പാട്ട് പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്യിച്ചു. പക്ഷെ അമ്മയും അച്ഛനും ഒക്കെ പാടിക്കൊടുക്കുമായിരുന്നോ? പാടി കൊടുത്തെന്ന് ചോദിച്ചാല് ചെറുതായിട്ടൊക്കെ നമ്മൾ പാടി കൊടുക്കും. പക്ഷെ നിങ്ങളുടെ ഒന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഓക്കെ, നമുക്ക് അവിടെ ഇരുന്ന് പാട്ട് കേൾക്കാം. വെൽക്കം. അപ്പൊ റിഹേഴ്സലൊക്കെ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പാട്ട് പാടാം. അമ്മ വന്നു സർപ്രൈസ് ആയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? ഞാൻ പ്രതീക്ഷിച്ചില്ല. ആശമ്മയാണ്, ഞാൻ ആശമെന്ന് വിളിക്കുന്നത് ആന്റി. അപ്പൊ ഞാൻ ഓർത്ത ആന്റിയാണ് വന്നത്. പിന്നെ മനസ്സിലായി അമ്മയോ. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സന്തോഷത്തില് ഹാപ്പി ആയിട്ട് പാടാം. ഓക്കെ. മാരിക്കാറ്റ് മുത്തം ആട്ട് മുളയിലൊഴുകും ഒരു വിരഹം. നേരെല്ലാം ചൊല്ലാം നീ അരികിലണയും ഒരു ദിവസം. മാരിക്കാറ്റ് മുത്തം ആട്ട് മുളയിലൊഴുകും ഒരു വിരഹം. കളിക്കാൻ പനി നീരുണ്ടോ, നിറയ്ക്കുവാൻ എനിക്കും നിൻ മനസ്സിലെ കുടം തരില്ലേ.
Yeah, yeah. ജനീലെ കുട്ടി എന്തോ എന്തായാലും അമ്മ ഇത്ര കഷ്ടപ്പെട്ട് അബുദാബിയിൽ നിന്ന് ഇവിടം വരെ വന്ന് സർപ്രൈസും തന്നിട്ട് ആന്റി പറഞ്ഞ അതേ മാർക്കാണ് നമ്മൾ കൊടുക്കുന്നത് 97 ചൊല്ലും മൈനെ നമ്മോട് മാറിൻ കണ്ടോണി ഓ പക്ഷേ ചേച്ചി എത്ര കറക്റ്റ് ആയിട്ടാ ജഡ്ജ് ചെയ്തതല്ലേ? അടിപൊളി. Correct. സ്ഥിരം പ്രേക്ഷകയാണത്. അപ്പൊ ജനീലിയ കുട്ടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്ന് പാർട്ടിയാണോ വീട്ടില്? അമ്മ വന്നതുകൊണ്ട് അല്ലേ പാർട്ടി അമ്മയല്ലേ തരണ്ടേ? ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. ബൈ. All the best. പിടിച്ചോ അമ്മേ. ബൈ.